ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള, അതായത് സാരിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പം അതിൻ്റെ നെക്ക് പോർഷനിൽ ഒരു ചെറിയ ഹാൻഡ് വർക്ക് കൊടുക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അത് ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ലേസാണ്, ഒരു വി നെക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അത്ര പോരാൻ തോന്നിയിട്ട് ഞാനത് ഇതിനെ അഴിച്ചു മാറ്റിയിട്ട് ഒരു ചെറിയ ഹാൻഡ് വർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് ആദ്യം തന്നെ കാണിക്കാം. ഇത് ഡ്രോപ്പ് ബീഡാണ്, 3mm ഡ്രോപ്പ് ബീഡ്. ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ്, ഹാങ്ങിങ്സ് ആയിട്ട് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ചെറുതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്ലൂ ആയിട്ട് B7000 ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റോൺ ചെയിനും പിന്നെ ഐ ഷേപ്പിൽ കുന്തൻ സ്റ്റോണുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വീനെക്കിൽ ഈ ഒരു സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലൂ എന്ന് പറയുന്നത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ യൂസ്, നന്നായിട്ട് ഒട്ടിപ്പിടിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസിൽ ഞാനിത് കണ്ടിട്ടുണ്ട്, നല്ലതാണ് എന്ന് കേട്ടിട്ടൊക്കെയാണ് ഞാനും മേടിച്ച് തന്നത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ പമ്പിങ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ വരുന്നുള്ളൂ. അത് തന്നെ നല്ല ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറ്റുള്ള ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തെ ഒരുപാട് ഇങ്ങനെ വെളുത്ത തുണിയിൽ അങ്ങങ്ങായിട്ടൊക്കെ ഒട്ടിപ്പിടിക്കും. പക്ഷേ ആ ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ്. പക്ഷേ അതും നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. പക്ഷേ എങ്കിൽ പോലും അതിൽ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇത് തോന്നി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ ഒരു വീനെക്കിൽ സ്റ്റോൺ ചെയിൻ ഫുള്ളും ഇതുപോലെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഐ ഷേപ്പിൽ കുന്തൻ സ്റ്റോൺ എടുക്കുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചരിച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ ആ ഡ്രോപ്പ് ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നീടാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. ആദ്യം ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ട് നന്നായിട്ട് ആ ഗ്ലൂ ഒക്കെ ഉണങ്ങിയതിന് ശേഷം തയ്ച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇതുപോലെ ഫുള്ളും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാൻ. ഇനി കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡ്രോപ്പ് ബീഡ് വരുന്നില്ലേ, ഇതിൻ്റെ തുമ്പത്തായിട്ട് ഇതുപോലെ ഷുഗർ ബീഡ് വെച്ചിട്ട് ഒന്നും കൂടെ നമ്മൾ ഈ ഹാങ്ങിങ്സിലൊക്കെ ഇടില്ല, അതേപോലെ ഒന്ന് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഈ സ്റ്റോൺ ചെയിനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതേ സെയിം കളർ ത്രെഡ് വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള വർക്കാണ്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചുരിദാറിൻ്റെ നെക്കിൽ മാത്രമല്ല, നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിൽ നെക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫൈനൽ ലുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക്